പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും കഴിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഫോട്ടോ എടുക്കുന്നു. ഇത് ചങ്ങല, കെട്ടിയിട്ടാണ് ചങ്ങല. അവിടെ ദൂരങ്ങളിൽ നോക്കി നിൽക്കുന്ന മനുഷ്യനാണ് സതീഷ് ബാബു, സതീഷ് ബാബു. അവനെ ഒന്ന് നോക്കൂ, ആശ്രയിച്ചിരിക്കുന്നു. സ്വാമി ശരണമയ്യ. ഞാനും സ്വാമി ശരണമയ്യ. നിങ്ങളിപ്പോൾ കാണുന്നത് ഇന്ത്യയുടെ കൊടിയാണ്. നോക്കൂ, അതാ കൊടി. എൻ്റെ ഈ ഫോൺ താഴെ വീണ് പോയാൽ താഴെ വെള്ളമാണ്. നോക്കൂ, താഴെ വെള്ളം, ഭീകരമായ വെള്ളം. ട്രെയിൻ പോകുന്നത്, അതാ ട്രെയിൻ പോകുന്നു. വെണ്ടൊരുത്തി പാളത്തിൽ കൂടി ട്രെയിൻ പോകുന്നു. വളരെ മനോഹരമായ രംഗമാണ് കാണുന്നത്. സാധാരണഗതിയിൽ ഇന്ത്യക്കാർക്ക് ഒരിക്കലും കാണാൻ പറ്റുന്ന അപ്പുറം അതാ കൊച്ചിൻ ഷിപ്പ്യാർഡ്. ആ ചുവന്ന് നിൽക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഇന്ത്യൻ കൊടി. 35 എന്ന് പേരുള്ള ഒരു കപ്പലാണ് നമ്മൾ കാണുന്നത്. കപ്പലിൻ്റെ പേര് 35. നങ്കൂരം കണ്ടില്ല? നങ്കൂരം കപ്പലിൽ തുള വീണിരിക്കുകയാണ്. അല്ല, തുളയല്ല, അത് നങ്കൂരമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് തോക്കാണ് പോലും. ഇത് തോക്കാണെന്ന് കുറച്ചൊന്നറിയാം. ഇതാണ് കപ്പലിലെ തോക്ക്. താക്കളെ, ഈ തോക്ക് കൊണ്ടാണ് നമ്മൾ മറ്റുള്ള കപ്പലുകളെ വെടിവെക്കുന്നത്. അങ്ങോട്ട് നോക്കും. താക്കളെ, അവിടെ നോക്കും, വേറൊരു കപ്പൽ. ആ കപ്പലിലും തോക്കുണ്ട്. ആ തോക്കുകാരൻ ഇങ്ങോട്ട് വെച്ചോട് വെച്ചാൽ നമ്മൾ ചത്തുപോകും. ഈ കപ്പലിന് പേര് 35 പേര് കപ്പൽ. നമ്മുടെ നാട്ടിൽ പേരുകളുടെ എണ്ണം വളരെ കുറവായതിനാൽ 35 എന്ന് പേരിട്ടു കപ്പലിന്. വീർ എന്ന് വെക്കുന്നു. വീറാണോ വാറാണോ എന്നറിയില്ല. വീറാണോ വേണ്ടിയിരുന്നത്, പക്ഷേ വീർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കുറേ പടലക്കാർ അങ്ങോട്ട് പോകണ്ട, ഒരുപാട് വീട്ടിൽ നിന്ന് വരും. നോ വിസിറ്റേഴ്സ്. ആ കപ്പലിൻ്റെ പേരാണ് നോ വിസിറ്റേഴ്സ്. കപ്പലിൻ്റെ പേര് നോ വിയർ. കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു കൂതറ സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല, ഒരു സംഭവമാണ്. എന്തൊക്കെയോ പറയുന്നത് കപ്പൽ. താക്കളെ, ഇതാണ് കപ്പൽ. ഇത് ഇംഗ്ലീഷ് എനിക്ക് ഹിന്ദി വായിക്കാൻ അറിയാത്തതിനാൽ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. കപ്പലിൻ്റെ പേര് വീര. നമ്മൾ മീര എന്ന് പറയുന്നത് കള്ളാണെങ്കിൽ വീര എന്ന് പറയുന്നത് കപ്പലാണ്. താക്കളെ, അതെ, വീര കപ്പൽ. തെറ്റിദ്ധരിക്കേണ്ട, നീര അല്ല, വീര. താക്കളെ, കപ്പലിൻ്റെ മേലെ നിന്ന് നമുക്ക് ടെന്നീസ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, ചെസ് കളിക്കാം. അതിന് വേണ്ടിയൊരു ഗ്രൗണ്ടാണ് കപ്പലിന് മുകളിൽ, കപ്പൽ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കപ്പലിന് മുകളിൽ ഒരു ഗ്രൗണ്ട്, കപ്പൽ ഗ്രൗണ്ട്. നാളെ നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ പ്രിയപ്പെട്ട താക്കളെ വിചാരിക്കുക, കപ്പലിൻ്റെ മുകളിലും ടെന്നീസും ക്രിക്കറ്റും കളിക്കാനുള്ള ഒരു ബോളാണിത്. ഇത് കൃഷ്ണ. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷ്ണ ഓപ്പണിങ് ആൽഫ. കപ്പലിൽ പല സ്ഥലത്തും പല പേരാണുള്ളത്. ഇത് ബോംബാണ് പോലും. അതാ സതീഷ് കുമാർ ചിന്താമഗ്നനായിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഇന്ത്യയുടെ ഭാവി എന്താവും, ഇന്ത്യൻ നേവിയുടെ ഭാവി എന്താവും എന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കപ്പലുകൾ നങ്കൂരം വിട്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി, അതാണ് ഞമ്മന്റെ വണ്ടി. ഒരു സ്റ്റെപ്പ് താഴെ വീണാൽ നമ്മൾ വെള്ളത്തിലായിരിക്കും. അതെ, ഇത്രയും കമ്പനിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനായിരുന്നു. വട്ടൻ ചാച്ചൻ എന്ന് വട്ടപ്പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം വളരെ മാന്യമായ ഒരു MNCയിൽ വർക്ക് ചെയ്യുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? അല്പം പോലും വിവരമില്ല എന്നതിന് ഏക തെളിവാണ് ഇദ്ദേഹം ഇപ്പോൾ കാട്ടിക്കൂട്ടിയ എല്ലാ പ്രക്രിയകളും. ഇത്രയും അതെ ഇത്രയും വലിയ ക്യൂകൾ. അതെ, വലിയ 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 കപ്പലുകൾ. ഇത് പായക്കപ്പലാണ്. പായക്കപ്പൽ. ഇതാണ് INS തരംഗിണി. INS തരംഗിണി. നമുക്കൊന്ന് സൂം ചെയ്യാം. സൂം ഉണ്ടാവും. ഉണ്ടെന്നേ ആര് പറഞ്ഞത്? INS തരംഗിണിയാണ് കാണുന്നത്. INS തരംഗിണി. തരംഗിണി കാണുന്നുണ്ടോ? INS ഭരണിങ്ങാനം നോക്കൂ. ഭരണിങ്ങാനല്ല, ബംഗാരം. INS ഭരണിങ്ങാനം. ഇദ്ദേഹത്തിന് ഭരണിങ്ങാനത്ത് പോയുള്ള നല്ല പരിചയമുള്ള ബംഗാരമാണ്. ഈ മറ്റു സുഹൃത്തുക്കളെ, ഇതാണ് കൊച്ചിയുടെ വിശുദ്ധമായ കൊച്ചിയുടെ റാണി. എറണാകുളം. അറബിക്കടലിന്റെ റാണി. എറണാകുളം, ഷിപ്പ്യാർഡ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷിപ്പ്യാർഡിന്റെ അപ്പുറത്താണ് നമ്മൾ കുരിശുപള്ളി റോഡ്. കുരിശുപള്ളി റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഗവൺമെന്റിന്റെ ബ്യൂറേജസ് കോർപ്പറേഷൻ കാണാം. അവിടെ നമുക്ക് എല്ലാവർക്കും പരിചയ സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാം മഞ്ഞ ബിൽഡിംഗ് അല്ലത്, ഇത് ക്രെയിനാണ്. ഇന്ത്യയുടെ കൊടിയുടെ മുകളിൽ ബ്രിട്ടൻ. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം കാണാമെന്നുള്ളത്. ഇത്രയും വലിയൊരു ക്യൂവിനിടയ്ക്ക് ഞങ്ങൾ നുഴഞ്ഞു കയറിയത്
ഒരു 5 മിനിറ്റ് പോലും ക്യൂ നിൽക്കാതെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എത്തിയിരിക്കുകയാണ്. ഇത്രയും വലിയ ക്യൂ ഇന്ത്യൻ നേവിക്കാർ ഈ അടുത്ത ക്യൂ ഉണ്ട്, അതിലും ഞങ്ങൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കട്ടെ, സമയമില്ല. അഥവാ ഞങ്ങൾ വെടികൊണ്ട് ചാവുകയാണെങ്കിൽ ക്ഷമിക്കുക സഹാക്കളെ. വളരെ കഷ്ടതയോടുകൂടി നേവിയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ് കിടന്നുറങ്ങുന്നു. ഉറങ്ങുന്ന സ്റ്റാഫിനെ കണ്ടോളൂ. ഇതാണ് INS കൃഷ്ണ. എങ്ങനെ ആ കോതറ സതീഷ് ഏതാനും നിമിഷങ്ങൾക്കും INS കൃഷ്ണയുടെ INS തീരിൽ നിന്നും INS കൃഷ്ണയിലോട്ട് നീങ്ങുന്നതായിരിക്കും. സതീഷ് ബാബു കയറുക. ഈ കപ്പലിൽ നിന്ന് ആൾക്കാർ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വല. ഈ ക്യാമറ താഴെ വീണ നല്ല സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ ഒരു കപ്പലിൽ നിന്നും ഇറങ്ങാൻ പോവുകയാണ്. 5 മിനിറ്റ് പോലും ക്യൂ നിൽക്കാതെ അടുത്ത കപ്പലിലോട്ട് യാത്ര ചെയ്യാനുള്ള മാർഗം തേടുകയാണ്. ചിലപ്പോൾ അരികളിൽ നിന്ന് വരാം. ഒരു കപ്പലിൽ നിന്നും നമ്മൾ താഴോട്ട് ഇറങ്ങുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കപ്പലാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും വിശ്വസിച്ചേ പറ്റൂ, ഇതൊരു കപ്പലാണ്. വളരെ നേരം ക്യൂവിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടുകൊണ്ടില്ല. ഞങ്ങൾ ക്യൂവിൽ നിന്നില്ല. INS ബംഗാരത്തിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 2 ചെറുപ്പക്കാർ എന്ന രീതിയിൽ നാളെ ഈ തോണിയിലും ക്യൂ നിൽക്കാതെ കയറുവാൻ ഞങ്ങൾ ഒരു ശ്രമം നടത്തുകയാണ്. INS ബംഗാരം ക്ലോസ് ചെയ്തു എന്ന് തോന്നുന്നു. കയറണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞോ. ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് പോലും അടുത്ത റൗണ്ട് കയറും. നമുക്കതുവരെ സമയമില്ലാത്തതിനാൽ നമ്മൾ വീണ്ടും കാണുന്നില്ല. പായക്കപ്പലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പ്രിയപ്പെട്ട ഇത് കപ്പലിലെ വാതിലാകുന്നു. വളരെ മനോഹരമായ ഈ കപ്പൽ നമ്മൾ INS തരംഗിണി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് INS ബംഗാരാണ് പോലും. ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് നല്ല സ്ഥലമാണ് കേട്ടോ. ഒരു കുഴി. അതെ, വിശ്വവിഖ്യാതമായ INS തരംഗിണി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വവിഖ്യാതമായ INS തരംഗിണി ലോകം മൊത്തം ഒരു തവണ കറങ്ങി അടിച്ച് വന്ന തരംഗിണി. അതാണോ? ലോകം മൊത്തം കറങ്ങി വന്നു എന്ന് പറയപ്പെടുന്നു. നീ ഭാമയെ കണ്ടോ? ഭാമേനെ ഞാൻ കണ്ടു. ഞാനൊന്ന് പറയാൻ വന്നു. ആ സമയത്ത് ഞാൻ കമന്റ് ചെയ്താക്കില്ലായിരുന്നു. ആ ക്യൂവിൽ ഭാമ തന്നെയാണോ സംശയമില്ല. ഭാമനെ പോലെ ഉണ്ട് സാക്കളെ. ഇത്രയും വലിയ ക്യൂ ഞങ്ങൾ 5 മിനിറ്റ് പോലും നിൽക്കാതെ നുഴഞ്ഞു കയറിയാണ് എത്തിയത്. ഇതാ ആ നീലസാരി കണ്ടില്ലേ? ആ നീലസാരി തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആണ് ഭാമ. അത് ഭാമയാണെന്ന് തോന്നുന്നു. അതെപ്പോഴും തന്നെ ഉണ്ടായിരുന്നു. ഭാമയാണെങ്കിൽ ഭാമ, അല്ലെങ്കിൽ ഭാമയല്ല ഭാമ. അതാണ് ഒന്നുണ്ടെങ്കിൽ ഒന്നുണ്ടെങ്കിൽ അത് ഭാമയല്ല പോലും ഒബാമയാണ്. അത് ഭാമയല്ലെങ്കിൽ ഒബാമ. മൈക്ക് ഞാൻ കൈമാറിയില്ല എന്ന് പറയുന്നത് ഭാമയല്ല. ഇവന് എന്തുകൊണ്ട് ഭാവം വന്നിട്ടെന്തോ അസുഖം.